ഒരുപാട് കാലമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിലവിൽ വന്നിട്ടുണ്ട്, യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേറ്റ്. കാരണം നിരന്തരം കുറേ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്, പക്ഷെ കൂടുതലും ലൈവ് ഫ്യൂച്ചർ ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഉപകാരമായിട്ട് വന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് എന്താ പറയുക, നമ്മളുടെ പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഈ ഒരു ഫ്യൂച്ചർ ഇപ്പം നമ്മളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വർക്കൗട്ട് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെയുള്ള നമ്മളുടെ ബെനിഫിറ്റ് എന്താണെന്നറിയോ? നമുക്ക് ഇനി സബ്സ്ക്രൈബ് കുറവുണ്ടെങ്കിലും വ്യൂസ് കുറവുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ വാച്ച് അവറൊക്കെ കുറവായിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളെപ്പോലുള്ളവർക്ക് ഉപകാരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതെങ്ങനെയാണ് ഒരാൾ നമ്മൾ കൊളാബറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നേരെ റിലേറ്റഡ് വീഡിയോയുടെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. നമ്മളുടെ YT സ്റ്റുഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫ്യൂച്ചർ ഓട്ടോമാറ്റിക്കലി കയറുന്നതായിരിക്കും. ഇനി വരാത്തവർക്കാട്ടോ എന്തൊക്കെയാണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്നുള്ളതും പറയാം. നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണോ, ഇനിയിപ്പോൾ ഇതേപോലെ നല്ല വൈറലായിട്ടുള്ള ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ചാനലിൽ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് അവരുടെ നെയിം ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അവർക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അവരുടെ വ്യൂവേഴ്സ് ആരൊക്കെ ഉണ്ടോ, അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ ഉണ്ടോ, അവർക്കൊക്കെ നമ്മളുടെ ഈ വീഡിയോ കൂടി റെക്കമെൻഡ് ആയിട്ട് ചെല്ലും. അപ്പോൾ അവർ കാണുന്ന രീതിയിൽ നമുക്ക് എന്തായി വ്യൂസ് കൂടും. ചിലപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇതും കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ചെറിയൊരു 8ന്റെ പണി കിട്ടുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളുടെ ഈ കൊളാബറേറ്ററിൻ്റെ ഓപ്ഷൻ നമുക്ക് വന്നത് എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം. നേരെ നമ്മളുടെ അൾട്ടേർഡ് കണ്ടൻറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മളുടെ ഈ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒന്ന് ഈ ആരോ കാണുന്നതിനകത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ടാവും യുവർ ഇൻ കൺട്രോൾ, ഓൺലി യു ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ദ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചേഞ്ചസ് ഒക്കെ നമുക്ക് മാത്രമേ ഇതിനകത്ത് വരുത്താൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പെൻഡഡ് റീച്ച് വിൽ ഹെൽപ്പ് യുവർ വീഡിയോ റീച്ച് യുവർ കൊളാബറേറ്റേഴ്സ് ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ ചാനലാണോ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നമ്മൾ ഇൻവൈറ്റ് കൊടുക്കുന്നത്, അപ്പോൾ അവരുടെ ആ ഓഡിയൻസ് ഉണ്ടല്ലോ, അവരുടെ ആ സബ്സ്ക്രൈബേഴ്സിന് നമ്മളുടെ ഈ വീഡിയോ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യു കീപ്പ് ഓൾ ദ റവന്യൂ വ്യൂസ് ആൻഡ് വാച്ച് ടൈം ഫ്രം ദ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് കിട്ടുന്ന റവന്യൂ അത് അവർക്ക് ഷെയർ ആയിട്ട് പോകുന്നതല്ല. ആ റവന്യൂ നമുക്ക് മാത്രം തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഉപകാരമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് എന്തായാലും യൂട്യൂബ് ഈ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് കൊണ്ടുതന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ ഇഷ്ടപ്പെട്ടവർ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് ആ ചെയ്യുന്ന ആൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ആദ്യം കൺഫേം ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ വെറുതെ ഒരാളെ പേര് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് കൊളാബറേറ്റ് അയച്ചു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കതിലൊരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കൊളാബറേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലിപ്പം മിനിമം നമുക്ക് ടോപ്പായിട്ട് നമുക്ക് 5 ആൾക്ക് വരെ നമുക്ക് ഇതിൽ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഈ സെർച്ച് ഫോർ എ ചാനൽ എന്ന് പറഞ്ഞതിനകത്ത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഏത് ചാനലിലുള്ള ആളാണോ അല്ല നമ്മൾ അറിയുന്ന ഏത് ചാനലാണോ ആ ചാനലിൻ്റെ നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷിജോപ്പി നമ്മളൊക്കെയാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബും കൂടുതൽ ഓഡിയൻസും നല്ല വൈറലായിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും നല്ല സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടും എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചാനലാണ് നമ്മളെ ഷിജോപ്പി എബ്രഹാം. അതേപോലെ ഒരു ചാനലല്ല കേട്ടോ, ഒരുപാട് ചാനലുണ്ട്, ഒരാളെ മാത്രം എടുത്ത് പറയല്ല, കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എലോ അനലിറ്റിക്സ് വ്യൂവിംഗ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനകത്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ നേരെ ബാക്ക് അടിച്ച് വരിക. നേരെ ബാക്ക് അടിച്ച് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇൻവൈറ്റ് എ കൊളാബറേറ്ററിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം അയച്ച ഒരു ഓപ്ഷൻ നേരെ നമ്മുടെ ഷിജോ പി എബ്രഹാം കൈക്ക് പോയിട്ടുണ്ട്. ഇനി രണ്ടാമത് ഞാൻ ഒരാളെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ചാനലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചാനലാണിത്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് ചാനലാണ്, മ്യൂസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് മ്യൂസിക് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ. അപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ഓൺ ചെയ്തിട്ട് നേരെ ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുന്നു. അതിന് ശേഷം നേരെ ബാക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത ആളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇൻവൈറ്റ് ചെയ്യുക, കൊളാബറേറ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 ആൾ നമ്മളത് ഇതായിട്ടു. ഇതേപോലെ തന്നെ നിങ്ങൾ ഇനി ഒരു 3 ആളെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ ബാക്ക് വന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക, ഷോട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 5 ആളെ അയക്കുന്നതും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ അടുത്ത ഒരു പുതിയ അപ്ലോഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ് ജിയോ ബ്ലോഗ്സ്.